ഹിന്ദുക്കൾ ഒന്നിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഹൈന്ദവരിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ആചാരാനുഷ്ഠാനങ്ങൾ വ്യത്യസ്തതയുണ്ട്. എങ്കിലും ഒന്നിച്ചു നിൽക്കണം. ക്രൈസ്തവരിലും പല വിഭാഗങ്ങളുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ പേരിൽ അവർ ഒന്നിക്കും. മുസ്ലിങ്ങളിലെ പല വിഭാഗക്കാരും അവരുടെ പൊതു ആവശ്യങ്ങളിൽ ഒന്നിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇത് വ്യക്തമായി. ഇടതുപക്ഷം എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു, പക്ഷെ തിരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ലഭിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് ഞങ്ങൾ പറഞ്ഞത് മാറ്റി നായാടി മുതൽ നസ്രാണി വരെ എന്നാക്കി. അങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം എത്തിച്ചു. ജനസംഖ്യയിൽ നല്ല ശതമാനമുള്ള നസ്രാണികൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നു. അവരെ മാറ്റി നിർത്തേണ്ടതില്ല. ഷർട്ട് ധരിച്ചു ക്ഷേത്രത്തിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട സ്വാമി സച്ചിദാനന്ദനും NSS ജനറൽ സെക്രട്ടറിയും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞതോടെ ആ വിഷയം അവസാനിച്ചു. സനാതന ധർമ്മ വിവാദത്തിൽ അഭിപ്രായം പറയാൻ ഞാൻ പണ്ഡിതനല്ല, ഞാനത് പഠിച്ചിട്ടില്ല. അനാചാരങ്ങൾ പലതും ഗുരു പിഴുതു ദൂരെ എറിഞ്ഞു. ഒരു ദിവസം കൊണ്ട് എല്ലാം അവസാനിക്കില്ല, എങ്കിലും ഏറെ മാറ്റങ്ങൾ വന്നു. SNDP യോഗം വക ക്ഷേത്രങ്ങളെ ഷർട്ട് ധരിച്ച് കയറാമെന്ന രീതിയിൽ വർഷങ്ങളായി നടപ്പാക്കുന്നുണ്ട്. സ്വാമി സച്ചിദാനന്ദ ഇപ്പോഴാണിത് പറഞ്ഞതെന്ന് മാത്രം. ഞങ്ങൾക്കത് പുതിയ കാര്യമല്ല, അതുകൊണ്ട് യോഗം അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. വർഷങ്ങളുടെ പിണക്കം അവസാനിപ്പിച്ച് രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തി പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടിയാണോ എന്നറിയില്ല. പക്ഷെ അദ്ദേഹത്തെ NSSന്റെ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് അല്പം കടന്നുപോയി. NSSന്റെ പുത്രനായി രാഷ്ട്രീയത്തിൽ വന്നാൽ NSSന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നുവെന്നും അച്ഛനു വേണ്ടിയല്ലേ മകൻ പ്രവർത്തിക്കുന്നുവെന്നും ഇപ്പോഴത്തെ LDF സർക്കാരിന്റെ മുൻപന്തിയേക്കാൾ പ്രതിച്ഛായ അല്പം മോശമാണെന്നും എല്ലാവർക്കും അറിയാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. AK ശശീന്ദ്രനെ മാറ്റി പ്രവർത്തന പരിചയമില്ലാത്ത കുട്ടനാട് MLA മന്ത്രിയാക്കിയിട്ട് എന്തു ചെയ്യാനാണ്? ഇടതുപക്ഷത്തിനും അതിനുവേണ്ടി ചോരയും നീരുമൊഴിക്കിയ പിന്നോക്ക വിഭാഗത്തിനും കുട്ടനാട്ടിൽ അവർക്ക് അർഹമായത് പലപ്പോഴും നഷ്ടമാകുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു.